സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം ഉരച്ചു നോക്കിയ ഈരട്ട് 16ന്റെ പണി എനിക്ക് ഉറപ്പാ. എന്നെ തന്നെ പൊക്കുമല്ലോ എന്റെ കർത്താവേ. ആ സിസിലി, എന്തായി? എന്റെ മേഡം പോയി, എല്ലാം കയ്യിന്ന് പോയി. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ നീ കാര്യം പറയുന്നുണ്ടോ? അതെ, സ്വർണം മോഷണം പോയത് എല്ലാരും അറിഞ്ഞു. അറിഞ്ഞോ? അതെങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ അറിയും. ഇവിടെ ഇരിക്കുന്ന സ്വർണം ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ വിവേക് ഇപ്പൊ അപ്രൈസറിയും കൂട്ടി വരും. അതോടെ എല്ലാം പൊളിയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നാൻ ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ നശൂലം പിടിച്ച ശ്യാമളയാ ഇതിനെല്ലാം കാരണം. ശ്യാമളയോ? അവൾക്കെന്താ ഇതിനകത്ത് കാര്യം? അവള് കല്യാണത്തിന് ചെന്നിരുന്നു. ദിവ്യപ്രഭയുടെ ദേഹത്തിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടു. അതോടെ അവൾക്ക് സംശയം തോന്നിയതാ. അത് ഉടനെ ഇവിടെ അറിയിക്കുകയും ചെയ്തു. ദിവ്യപ്രഭ അണിഞ്ഞിരുന്ന ആഭരണങ്ങളുടെ ഫോട്ടോയും കൊണ്ട് അവളിവിടെ വന്നത്. സിസിലി, അങ്ങനെയാണെങ്കിൽ വലിയൊരു ആപത്തിന്റെ വക്കിലാ നമ്മളിപ്പോ നിൽക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഓർണമെന്റ്സ് മുക്കുപണ്ടമാണെന്ന് തെളിയിക്കുന്നതിന് മുൻപ് നമ്മള് സേഫ് ആവാനുള്ള കാര്യങ്ങൾ നീ ചെയ്യണം. ഇനി എന്ത് ചെയ്യാനാ മേഡം? എന്തെങ്കിലും തെളിവുകൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ നശിപ്പിക്കണം. പിന്നെ ആരിനി എന്തൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഒരു തരത്തിലും കുറ്റം സമ്മതിക്കരുത്. കുറ്റം നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും ഇത് മിക്കവാറും നമ്മളെ തലയിൽ ഇരിക്കുന്നാ തോന്നുന്നത്. നാക്കെടുത്ത് വളയ്ക്കാതെ പെണ്ണുമ്പിള്ളേ, ചെന്ന് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. കർത്താവേ, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ നെക്ലേസ് ഒന്നാം തരം തെളിവാണല്ലോ. നാളെ പോലീസ് കലാവതിയെ പിടിച്ചോണ്ട് പോയി ഇടികൊടുത്താ അവരീ കാര്യം എപ്പോ വിളിച്ചു പറഞ്ഞൊന്ന് ചോദിച്ചാ മതി. എന്റെ ഈശോയേ, പോലീസ് എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് ഇത് പൊക്കിയാൽ ഞാനും പ്രതിയാകും. അതിനു മുമ്പേ ഈ തെളിവ് നശിപ്പിക്കണം. ഈ 3 പവന്റെ മാല എങ്ങനെയാ കളയുന്നത്? ഈശോയേ, അതും പാവല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.